in with our family. It shelters us from heat, cold, rain, and wind. It also protects us from wind, wild animal and thieves. Okay. എന്താണ് Water house. ഓക്കെ, വായിച്ചോളൂ മോളെ, വായിച്ചോളൂ. Okay. What are house made of? Long ago, people lived in caves. Later, they built a house. They used material like wood, stone, straw, and mud. In villages, made a house are many houses are cities made of these materials. Made from these materials, such houses are called kacha house. In towns and cities, most houses are made from bricks and cement. Such houses are called pakka house. A pakka house is stronger than a kacha house. Thus, different materials are needed to make different type of house. Okay. നന്നായി നോക്കി വായിക്കണം കേട്ടോ മോളെ. ശ്രദ്ധിക്കാതെ വായിക്കുന്നോണ്ടാണ് തെറ്റിപ്പോകുന്നത്. Okay. Then here is describing about different kinds of houses. A house is a place we live with our family. That's our house, and it shelters us from heat, cold, rain, and wind, and also wild animals and thieves. We already says it. A house is a place we live with our family, and our house is protect us from heat, cold, rain, and wind, and thieves, etc. Then what are houses made of? Then we have studied about two different kinds of houses. First one is kacha house, and the next one is pakka house. Kacha house means a house is made from wood, stone, mud, straw, etc. Okay, a kacha house is a house made from wood, stone, straw, and mud. And long ago, people lived in caves, and then they learned how to make a house, and then they make a kacha houses using the materials like wood, stones, mud, and straw. This is called kacha house. Then kacha houses are seen in villages. എങ്ങനെയാണ്? ഗ്രാമങ്ങളിലാണ് കൂടുതലായിട്ടും എന്തുണ്ടാവുക? സയാൻ വീഡിയോ ഓൺ ചെയ്തേ. ഗ്രാമങ്ങളിലാണ് കൂടുതലായിട്ടും എന്തുണ്ടാവുക? കച്ച ഹൗസുകൾ ഉണ്ടാവുക അല്ലേ? ചെളിയും കല്ലും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ വീടുകള്. Then we studied about the pakka house. Pakka house is a house made from bricks and cement, and we can see pakka house in എവിടെയാണ്? സിറ്റികളിലാണ് എന്തുണ്ടാവുക? പക്ക ഹൗസ് കൂടുതലായിട്ടും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സിമെന്റും ഇഷ്ടികയും ഒക്കെ കൊണ്ടുള്ള വീടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പക്ക ഹൗസ്. കല്ലും മണ്ണും ചെളിയും ഒക്കെ കൊണ്ടുള്ള ചെറിയ വീടുകളെ കച്ച ഹൗസ് എന്നും, ദെൻ സിമെന്റും ബ്രിക്സും ഒക്കെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വീടുകളെ നമ്മൾ എന്ത് പറയും? പക്ക ഹൗസുകൾ എന്നും പറയും. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് ഹൗസസ്. People live in different types of houses. Most people live in one house for a long time അല്ലേ? മിക്കവാറും ആളുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ കുറേ കാലത്തേക്ക് താമസിക്കുക അല്ലേ? The house is called permanent house. അങ്ങനെയുള്ള വീടുകളെയാണ് എന്ത് പറയുന്നത്? പെർമനന്റ് ഹൗസ് അല്ലേ? സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കും നമ്മൾ. ആഴ്ചയിൽ മാറിപ്പോകാതെ എന്ത് ചെയ്യും? സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്ന അത്തരം ഹൗസുകളെ എന്ത് പറയും? പെർമനന്റ് ഹൗസ് എന്ന് പറയും. Then some people keep moving to one place to another place. They live in temporary houses. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല? പെർമനന്റ് ഹൗസ് ഉണ്ടാവില്ല. അവരെന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും അവരുടെ കൂടെ എന്ത് ചെയ്യണം? അവരുടെ വീടും പോകണമല്ലേ? അവർ താമസിക്കുന്ന പ്ലേസും എന്താണ്? അവരുടെ കൂടെ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ടെന്റും
കാരവാനും ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ? അവർക്ക് വീട് വെച്ച് താമസിക്കാൻ വേണ്ടി പറ്റുമോ? നോ. വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആരാണ്? ഒരു സ്ഥലത്ത് തന്നെ കുറേ കാലം താമസിക്കുന്ന ആൾക്കാരാണ് അല്ലെ? മോസ്റ്റ് ഓഫ് ആൾക്കാർ അങ്ങനെയാണ്. നമ്മളിലൊക്കെ എല്ലാവരും എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് തന്നെ കുറേ കാലം വീട് വെച്ച് താമസിക്കുന്നവരാണ്. സോ നമ്മുടെ വീടുകളൊക്കെ പെർമനന്റ് ഹൗസ് എന്ന് പറയും. ദെൻ എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ടെന്റും കാരവാനും ഒക്കെ യൂസ് ചെയ്യുക. അപ്പൊ അതെന്താണ്? അവരെങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് അവരുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഹൗസ് ഈസ് കോൾഡ് temporary house. And we studied about kacha house is a house made from wood, stone, mud and straw. And then pakka house is house made from bricks and cement. And then types of house is permanent house and temporary house. Permanent house is the house the people live in one place for a long time, and the temporary house is house some people keep moving to one place to another place. They live in temporary houses like tent and caravan. Then we studied about one-story house and multi-storied house. Okay. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു നില കെട്ടിടം അല്ലേ? ഒരു നിലയുള്ള വീടുകളെ കുറിച്ചും പിന്നെ മൾട്ടി സ്റ്റോറേഡ് എങ്ങനെയാണ് കുറേ നിലകളുള്ള വീടുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. Then what is one story house? One story house എന്താണ്? ഏതാണ് one story ഹൗസുകളെ നമ്മൾ എന്താണ് വിളിക്കുക? അനീറ്റ, എന്താണ് one story ഹൗസുകളെ വിളിക്കുക? What we called one story house? ബംഗ്ലാവ്. ഓക്കെ, വായിച്ചു നോക്കിയിട്ടില്ല അല്ലേ? നന്നായിട്ട് വായിച്ചു നോക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വൺ സ്റ്റോറി ഹൗസുകളെ നമ്മൾ ബംഗ്ലാവ് എന്ന് പറയും അല്ലേ? എ ബംഗ്ലാവ് ഈസ് വൺ സ്റ്റോറി ഹൗസ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. എന്താണ്? ടൗണിലും സിറ്റികളിലും ഒക്കെയാണ് വൺ സ്റ്റോറി ഹൗസ് കാണുക എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്? നമ്മുടെ വില്ലേജസിലൊക്കെ ഉള്ളത് ബംഗ്ലാവ്സ് ആണ് അല്ലേ? വൺ സ്റ്റോറി ഹൗസ് നമ്മുടെ എല്ലാവരുടെയും നാട്ടില് എന്തുണ്ട്? വൺ സ്റ്റോറി ഹൗസ് ആണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. ബട്ട് വി കോൾഡ് വൺ സ്റ്റോറി ഹൗസ് ഈസ് ബംഗ്ലാവ് ആൻഡ് എ മൾട്ടി സ്റ്റോറി ഹൗസ്. നെക്സ്റ്റ് വൺ, എറിക്, അനീറ്റ, ഹൈഫ, സയാൻ. വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും. ഓക്കെ, ഹൈഫ മെഹ്റിൻ, അനീറ്റ ഫിലിപ്പ് ആൻഡ് സയാൻ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട. ദെൻ ഇരിക്കാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയാം. Then multi-story building. One-story building is bungalow and multi-story building is a multi-story building has many houses. One-story house is a single house. One-story building is a single house. One-story building എന്താണ്? ഒരു വീടാണ് അല്ലേ? ഒരു നില കെട്ടിടമുള്ള ഒരു വീടാണ്. പക്ഷെ മൾട്ടി-സ്റ്റോറി ഹൗസിൽ എന്തുണ്ടാവും? മൾട്ടി-സ്റ്റോറേഡ് ഹൗസിൽ എന്താ ഉണ്ടാവുക? There are so many houses. അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടാവും അല്ലേ? So that type of houses is called എന്താണ് വിളിക്കുക? ഫ്ലാറ്റ്സ് ഓർ അപ്പാർട്ട്മെന്റ്സ്. അങ്ങനെയുള്ള വീടുകളെയാണ് നമ്മൾ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ എന്ന് പറയാം. മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഓർ സ്കൈ സ്ക്രാപ്പേഴ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ബിഗ് ടൗൺസ് ആൻഡ് സിറ്റീസ് ലൈക്ക് ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. ഒരുപാട് നിലകളുള്ള കെട്ടിടത്തിൽ എന്തുണ്ടാവും? ഒരുപാട് വീടുകളും ഉണ്ടാവും അല്ലേ? അവയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലാറ്റ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ്. ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും എന്ന് പറയാം. അപ്പൊ ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്താണ്? ഒരുപാട് അല്ലേ? ആകാശമുട്ടയുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ എവിടെയാണ് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്? ഡൽഹിയിലും മുംബൈയിലും ഒക്കെയാണ് ഇങ്ങനത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ഏകദേശം ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒക്കെ എന്തുണ്ട്? മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങുകൾ ഉണ്ട് അല്ലേ? നമ്മുടെ കണ്ണൂരും പയ്യന്നൂരും ഒക്കെ എന്തുണ്ട്? മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ ഉണ്ട്. ഓക്കെ, then we studied about the stilt house. നമ്മൾ പഠിച്ചു അല്ലേ? stilt house and house boat. Kurian, sit properly. Okay, stilt house. What is a stilt house? Stilt house എന്താണ്? What is a stilt house, Kurian? Which type of house is called a stilt house? Unmute ചെയ്തേ കുര്യൻ. പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, എവിടെ ശ്രദ്ധിക്കുന്നേ കുര്യൻ?
ഓക്കെ, ലിസൺ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ മോനെ, ഇവിടെ ശ്രദ്ധിക്കണേ. A stilt house is a house raised over the surface of the soil or a body of water. We already says that a stilt house is a house raised over the surface of the soil and or the water. എന്താണ്? ഒന്നുകിൽ മണ്ണിന്റെ മുകളിൽ കുറച്ച് പൊക്കി വെച്ചിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒക്കെ മുകളിലായിരിക്കും അങ്ങനത്തെ വീടുകൾ ഉണ്ടാവുക. ആ സ്റ്റിൽറ്റ് ഹൗസിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിൽറ്റ് ഹൗസ് എന്നുള്ളത്. അതായത് നമ്മുടെ വീടൊക്കെ എങ്ങനെയാ ഉണ്ടാവുക? ഫൗണ്ടേഷൻ, അടിയിൽ ഫൗണ്ടേഷൻ ആണ് അല്ലേ, തറയിൽ ഇങ്ങനെ തറയുടെ മുകളിലാണ് നമ്മുടെയൊക്കെ വീടുകൾ ഉണ്ടാവുക. പക്ഷെ സ്റ്റിൽറ്റ് ഹൗസ് എങ്ങനെയാണ്? അത് തറയിൽ നിന്ന് ഇങ്ങനെ എന്താണ് കുറച്ച് പൊക്കി വെച്ചിട്ടാണുള്ളത്. മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒക്കെ മുകളിൽ കുറച്ച് തൂണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ആണ് ഇങ്ങനത്തെ വീടുകൾ ഉണ്ടാവുക. അവയാണ് എന്ത് നമ്മൾ പറയാ? സ്റ്റിൽറ്റ് ഹൗസുകൾ എന്ന് പറയാം. സോ ഈ സ്റ്റിൽറ്റ് ഹൗസുകൾ ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, നന്നായിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സ്റ്റിൽറ്റ് ഹൗസുകൾ ഉണ്ടാക്കുക. അവര് എന്താണ് തറയിൽ നിന്ന് കുറച്ച് റേസ് ചെയ്തിട്ട് ഉയർത്തി വെച്ചിട്ടായിരിക്കും അങ്ങനത്തെ വീടുകൾ ഉണ്ടാവുക. ആ പിക്ചർ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഫിലിമിലോ പിക്ചേഴ്സിലോ ഒക്കെ ഇങ്ങനത്തെ ഹൗസുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. തറയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിയിട്ടാണ് ആ വീടുകൾ ഉണ്ടാവുക. Then houseboat. Houseboat, in some places people live in houses made on boats. അല്ലേ? ബോട്ടുകളിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള വീടുകളിലാണ് ചില ആൾക്കാരൊക്കെ താമസിക്കാറുള്ളത് ചില സ്ഥലങ്ങളിൽ. Such houses are called houseboat. അല്ലേ? ബോട്ടിന്റെ മുകളിൽ ആക്കിയിട്ടുള്ള ഇങ്ങനത്തെ വീടുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഹൗസ് ബോട്ടുകൾ എന്ന് പറയാ. ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോഴോ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോഴാണ് ഹൗസ് ബോട്ടിലൊക്കെ പോവുക അല്ലെ. 1-2 ദിവസം ഹൗസ് ബോട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ ഒരു നാട്ടിലെ രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെ ഹൗസ് ബോട്ടുകളിൽ താമസിക്കാറില്ല. പക്ഷെ ഹൗസ് ബോട്ടിൽ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. മോസ്റ്റ് ഓഫ് ഹൗസ് ബോട്ട്സ് ആർ സീൻ ഇൻ എവിടെയൊക്കെയാണ്? ജമ്മു കാശ്മീരിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഹൗസ് ബോട്ടുകളെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ദെൻ ഇഗ്ലു വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. Then a house made of blocks of snow or ice is called an igloo. എന്താണ്? മഞ്ഞ് കഷ്ണങ്ങൾ കൊണ്ടോ ഐസ് കഷ്ണങ്ങളൊക്കെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടിനെയാണ് എന്ത് പറയാറ്? ഇഗ്ലു എന്ന് പറയാറ് അല്ലെ. നമ്മുടെ നാട്ടിൽ ഇഗ്ലു ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? നോ. എവിടെയാണ്? ഈ നോർത്തേൺ റീജിയണിലൊക്കെയാണ് അല്ലെ, നോർത്തേൺ പോളാർ റീജിയണിലൊക്കെയാണ് എന്തുണ്ടാവുക? ഇഗ്ലു ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ മഞ്ഞ് കട്ടി ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്താണ്, രാവിലെ മഞ്ഞുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടോ? വലിയ മഞ്ഞ് കട്ടകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, വളരെ ചെറിയ ഒരു തുള്ളിയൊക്കെയാണ് നമ്മൾ കാണാറില്ലേ മഞ്ഞ് കഷ്ണങ്ങൾ. പക്ഷെ പോളാർ റീജിയണിൽ, അതായത് ഈ ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? നല്ല തണുപ്പുള്ള സ്ഥലങ്ങള്, നല്ല തണുപ്പ് ഐസ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഐസ് പെയ്തിട്ട് എന്താ ഉണ്ടാവുക? അവിടെ നിലം മുഴുവൻ ഐസാണ് ഉണ്ടാവുക. നമ്മുടെ മണ്ണ് പോലെ അവിടെ മുഴുവൻ ഐസ് കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടാണ് ഉണ്ടാവുക. നന്നായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, പോളാർ റീജിയൻ, ധ്രുവ പ്രദേശങ്ങൾ, അതായത് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് എന്തുണ്ടാവുക? ഇഗ്ലു ഉണ്ടാക്കുക. അവിടെ ഉള്ള ഐസ് കഷ്ണങ്ങൾ കൊണ്ട്. നമ്മളിവിടെ കല്ലും മണ്ണും ഒക്കെ കൊണ്ട് വീടുണ്ടാക്കും അല്ലേ. അവരവിടെ ചെയ്യുന്നത് എന്താണ്? ഈ ഐസ് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുക? അവിടെ വീടുകൾ ഉണ്ടാക്കുക. ഋഷികേശ്, what are you doing there? Listen. A house made of blocks of snow or ice is called an igloo, and people build igloos in very cold areas. Already says that. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാക്കുക? ഇഗ്ലു ഉണ്ടാക്കുക. നമ്മുടെ ഇവിടെ തണുപ്പുണ്ട് അല്ലേ, പക്ഷെ നമുക്ക് എന്താണ് ഓവർകം ചെയ്യാൻ പറ്റാത്തത്ര വലിയ തണുപ്പൊന്നും ഇല്ല അല്ലേ. പക്ഷെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, പോളാർ റീജിയൻ. മഞ്ഞിങ്ങനെ പെയ്തിട്ട് ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇഗ്ലുവിന്റെ ആ ഫോട്ടോ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ തറയിലൊക്കെ കാണുന്നത് എന്താണ്? ഫുള്ള് ഐസ് കഷ്ണങ്ങളാണ്. ഐസ് കഷ്ണങ്ങള്, മഞ്ഞ് കഷ്ണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അതെടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഇഗ്ലു ഉണ്ടാക്കുക. ദെൻ ഇഗ്ലുവിൽ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരെയാണ് എസ്കിമോസ് ഓർ ഇന്യൂട്സ് എന്ന് പറയാം. അവരൊരു പ്രത്യേക റീജിയൻ ആണ്. ഈ തണുപ്പ് ഉള്ള
പോളാർ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവര്. എസ്കിമോ ആൻഡ് ഇന്യൂട്സ്. ഇവരെ അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെയാണ് എസ്കിമോസ് ഓർ ഇന്യൂട്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇഗ്ലു വരെ നമ്മൾ എടുത്തതാണ്, ഒന്നോ രണ്ടോ തവണ നമ്മൾ പറഞ്ഞതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതുവരെ? നോ. നന്നായിട്ട് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സയാൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ. Then only 2 types of houses are remaining there. First one is caravan and tent. Then എന്താണ്? നമ്മൾ സ്റ്റിൽട്ട് ഹൗസ്, ഹൗസ് ബോട്ട്, ഇഗ്ലു ഒക്കെ പഠിച്ച പോലെ തന്നെയാണ് എന്തുള്ളത്? കാരവാൻ ആൻഡ് ടെന്റ് ഉള്ളത്. കാരവാനും ടെന്റും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കാരവാനിലും ടെന്റുകളിലും ഒക്കെ താമസിക്കുക? പീപ്പിൾ ട്രാവലിംഗ് ടു വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആൻഡ് ദേ ആർ lives in temporary houses. Caravan and tent are temporary house ആണ് അല്ലേ? അത് താൽക്കാലികമായിട്ടുള്ള വീടുകളാണ്. അപ്പൊ കാരവാനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലിസൺ. ഋഷികേഷ് അതൊന്ന് വായിച്ചേ, ആ പോർഷൻ ഒന്ന് വായിച്ചേ ഋഷികേഷ്. Okay, read it. A caravan is a house on wheels. It can be moved from one place to another. It provides a home to people while they are traveling. Caravan are also used for camping. Okay, listen. Caravan. Caravanന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇഗ്ലൂവിന്റെ തൊട്ടടുത്ത് കാണുന്ന എന്താണ്? അവിടെ ഒരു വാൻ ഉണ്ട് അല്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? കാരവാൻ എന്ന് പറയുന്നത്. കാരവാൻ ഈസ് എ ഹൗസ് ഓൺ വീൽസ്. എന്താണ്? ചക്രങ്ങളിലുള്ള ഒരു വണ്ടി, ഒരു വീടാണ് എന്നാണ് പറയുന്നത്. കാരണം ആ വാനിന്റെ അകത്ത് എന്തുണ്ട്? ഒരു വീടിന്റെ മുഴുവൻ ഫെസിലിറ്റിയും ഉണ്ട്. സോ കാരവാൻ ഈസ് എ ഹൗസ് മെയ്ഡ് ഓൺ ഹൗസ് ഓൺ വീൽസ് അല്ലേ? എന്താണ്? ചക്രങ്ങളുടെ മുകളിൽ അല്ലേ? അതായത് അതൊരു വണ്ടി തന്നെയാണല്ലേ? അത് എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ ആ വണ്ടിയിൽ കയറി വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? മുഴുവൻ ഒരു ഹൗസിന്റെ എല്ലാ ഫെസിലിറ്റിയും എവിടെയുണ്ട്? ഒരു കാരവാനിന്റെ അകത്ത് ഉണ്ട്. So it can be moved from one place to another place. We already says that the people live in temporary houses. They are traveling to one place to another place. So they used the caravan. So ഈ caravan എന്തിനാണ്? നമുക്കത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൽ കയറിയിട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ വീടുകളിൽ അങ്ങനെ പറ്റുമോ? നമ്മളിപ്പോ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമ്മൾ മാത്രം പോകണം അല്ലേ? നമ്മുടെ വീട് കൂടെ വരുമോ? ഇല്ല. സോ അത് പെർമനന്റ് ഹൗസ് ആണ് അല്ലേ? അവിടെ തന്നെ ഉള്ളതാണ്. പക്ഷെ കാരവാൻ അങ്ങനെയല്ല. കാരവാന്റെ അകത്ത് നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അതൊക്കെ മുഴുവൻ എവിടെ ഉണ്ടാകും? ആ വാനിന്റെ അകത്ത് ഉണ്ടാവും. സോ നമ്മൾ എവിടെയാണ് ഇപ്പോൾ നമ്മൾ പാടിച്ചാലാണെങ്കിൽ എന്ത് ചെയ്യും? ആ കാരവാൻ നമുക്ക് പാടിച്ചാലിൽ വെക്കാം അല്ലേ? ദെൻ അവിടെ നിന്ന് നമ്മൾ പയ്യന്നൂർ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അതെടുത്തിട്ട് വീണ്ടും നമുക്ക് അവിടെ പോയിട്ട് താമസിക്കാം. സോ ഇതെന്താണ്? ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് കാരവാൻ യൂസ് ചെയ്യുക. അവർക്ക് എന്താണ്? ഒരു വീടിന്റെ മുഴുവൻ ഫെസിലിറ്റിയും അതിൻ്റെ അകത്ത് കിട്ടും. പക്ഷെ നമ്മളൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്താണ്? എവിടെയെങ്കിലും പോയി താമസിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു റൂമോ മറ്റോ റെന്റിനൊക്കെ എടുക്കണം അല്ലേ? പക്ഷെ ഈ കാരവാൻ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അതിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഹോം ടു പീപ്പിൾ വൈൽ ദേ ആർ ട്രാവലിംഗ്. അതാണ്, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വീടാണല്ലേ അത്. അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡ്രസ്സ് മാറാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടി പറ്റും. സോ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കാരവാൻ. ആൻഡ് കാരവാൻ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ക്യാമ്പിംഗ്. എവിടെയെങ്കിലും ഒക്കെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലേ? എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോയി, അവിടെ നമ്മൾ 2 ദിവസം താമസിക്കുന്നു എന്ന് വിചാരിക്കുക. റൂമൊന്നും കിട്ടാനൊന്നുമില്ല. അങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ, നമ്മൾ അവിടെ 1-2 ദിവസം താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ കാരവാൻ യൂസ് ചെയ്യാം അല്ലേ? നമുക്ക് അവിടെ
താമസിക്കാൻ വേണ്ടി കാരവാൻ യൂസ് ചെയ്യാം. സോ കാരവാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്യാമ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെയാണ് ഈ കാരവാൻ നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ കാരവാൻ ഈസ് ദ house on wheels and it can be moved from one place to another place, and caravan is used to the people who are traveling. അല്ലെ, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ത് യൂസ് ചെയ്യാം? കാരവാൻ യൂസ് ചെയ്യാം. ചക്രങ്ങളിലെ വീൽസുകളുടെ മുകളിലുള്ള ഒരു വാൻ ആണത്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു വീടിന്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. മുഹമ്മദ് ഷാസാദ്, എന്താണത് കയ്യില്? Then tent. And next one is tent. Tent ആണ്. A tent is made of canvas or plastic. It can be folded and easily carried anywhere. People put up tents when they camp in the open. എന്താണ് ടെന്റ്? ടെന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, കാരവാൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻവാസുകളോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന വീട് അവിടെ കാണുന്നുണ്ട് അല്ലെ. ടെന്റിന്റെ ഒരു പിക്ചർ കണ്ടോ? ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ക്യാൻവാസോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന വീടുകളെയാണ് ടെന്റുകൾ, ടെന്റ് എന്ന് പറയാ. ടെന്റ്. Then it can be folded and easily carried anywhere we go. അല്ലെ, നമ്മൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെന്റ് കൂടെ എടുത്തിട്ട് പോവാം. നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം? ഇത് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ യൂസ് കഴിയുമ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ ഒരു പ്ലേസിൽ നിൽക്കുകയാണ്. ദെൻ അവിടുന്ന് നാളെ നമ്മൾ മറ്റൊരു പ്ലേസിലേക്ക് പോവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെന്റ് കൂടെ അഴിച്ചെടുത്ത് നമ്മുടെ കൂടെ കൊണ്ടുപോകാം. ഇന്നിപ്പോ നമ്മൾ പാടിച്ചാൽ ടെന്റ് ചെയ്തു. ദെൻ നാളെ നമ്മൾ ചെറുപുഴയ്ക്കാണ് പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ടെന്റ് മടക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെറുപുഴ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് അവിടെ താമസിക്കാം. സോ അതാണ് ടെന്റ്. നമ്മൾ എവിടെ പോകുന്നോ, എങ്ങോട്ട് പോകുന്നെങ്കിൽ അത് ഫോൾഡ് ചെയ്തിട്ട് അത് മടക്കി നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ക്ലിയർ? ക്ലിയർ ആണോ? പ്ലാസ്റ്റിക്കോ ക്യാൻവാസോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന വീടാണ് ടെന്റ്. ദെൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ താമസിക്കാം. ദെൻ എവിടെയെങ്കിലും തുറസായ സ്ഥലത്തൊക്കെയാണ് അല്ലേ മിക്കവാറും ടെന്റ് കെട്ടുക. ഒരുപാട് വീടുകളിൽ അതിന്റെ നടുക്കൊക്കെ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും താമസിക്കാനൊക്കെ പോകണമെങ്കിൽ ടെന്റ് കെട്ടാറ്. സോ നല്ല തുറസായ സ്ഥലങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും പുൽമേടുകളോ ഒക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴെന്താണ് അവിടെ നമുക്ക് ടെന്റ് ചെയ്തിട്ട് താമസിക്കാം. ഒരു നല്ല പ്രത്യേക എക്സ്പീരിയൻസ് കൂടിയാണ് അല്ലെ. എപ്പോഴും വീടുകളിലൊക്കെ പെർമനന്റ് ഹൗസിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു ടെന്റ് ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കൂടിയാണ് അല്ലെ ടെന്റുകളിലൊക്കെ താമസിക്കുന്നത്. സോ ടെന്റ്, കാരവാൻ ആർ ദ ഹൗസസ് എന്താണ്, ടെമ്പററി ഹൗസ് ആണ് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുക. അതെപ്പോഴും ഓർക്കുക. ടെന്റ് ആൻഡ് കാരവാൻ ആർ യൂസ്ഡ് ടു ദ പീപ്പിൾ ഹു ആർ ട്രാവലിംഗ് അല്ലെ. എപ്പോഴും ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുക? ഈ കാരവാനും ടെന്റും ഒക്കെ യൂസ് ചെയ്യുക. കാരണം നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഒരു വീടുകളിൽ താമസിക്കുന്നു. ദെൻ എപ്പോഴും മാറി മാറി പോകുന്നവരാണ്, എപ്പോഴും യാത്ര ചെയ്യുന്നവർക്കാണല്ലേ ഇത് ആവശ്യം. അല്ലാതെ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു ഹൗസിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്ത് ടെന്റ് വെച്ച് താമസിക്കേണ്ട കാര്യമുണ്ടോ? നോ. ദെൻ എപ്പോഴും യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാരാണ് എന്ത് യൂസ് ചെയ്യുക? ടെന്റും കാരവാനും ഒക്കെ യൂസ് ചെയ്യുക. എറിക്, ആ കാരവാനുള്ള പോർഷൻ ഒന്ന് വായിച്ചേ എറിക്. A caravan is a house on wheels. It can be moved from one place to another. It provides a house to people while they are traveling. Caravan are also used for camp. Okay, also used for camping. എന്താണ് കാരവാനെ കുറിച്ച്
പറഞ്ഞു അല്ലേ. കാരവാൻ ഈസ് എ ഹൗസ് ഓൺ വീൽസ്. ടയറിന്റെ മുകളിൽ അല്ലേ. വീൽസ് എന്താണ്? ടയർ. വണ്ടിയുടെ ഒക്കെ ടയർ ഉണ്ടല്ലോ. ടയറിന്റെ മുകളിലാണല്ലോ വണ്ടി ഉള്ളത്. സോ കാരവാൻ ഈസ് എ ഹൗസ് ഓൺ വീൽസ്. ടയറിന്റെ മുകളിലൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അതിനെയാണ് കാരവാൻ എന്ന് പറയാ. ആൻഡ് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഹോം ടു the people who are traveling to one place to another place. And then caravan is also used for camping. എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോൾ ഒക്കെയാണ് കാരവാനും കൊണ്ട് നമ്മൾ പോവാറുള്ളത്. Then tent. And ഹന്ന അതൊന്ന് വായിച്ചു മോളെ. tent. It can be folded. അതിന് മുകളിലുണ്ടല്ലോ a tent is made of canvas or plastic. And then starting തൊട്ട് വായിക്കും മോളെ. Okay. A tent is made of canvas or plastic. It can be folded and easily. മോളെ ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ലേ മോളെ? ഒന്ന് നോക്കിയേ, തനി ഒന്ന് വായിച്ചു നോക്കിയേ. Anywhere people be up to People put up tents when they camp in the open. Okay. A tent is made of canvas or plastic. ക്യാൻവാസുകളോ പ്ലാസ്റ്റിക് ക്യാൻവാസ് എന്താണ്? ഇതുപോലെയുള്ള ഷീറ്റുകൾ അല്ലേ. ക്യാൻവാസുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ ഒക്കെ കൊണ്ടാണ് എന്തുണ്ടാക്കുക? ടെന്റ് ഉണ്ടാക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫോൾഡഡ് ആൻഡ് ഈസിലി എനിവേർ വി ഗോ. നമ്മൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? നമുക്കിത് മടക്കി നമ്മുടെ കൂടെ കൊണ്ടുപോവാം. ആൻഡ് പീപ്പിൾ പുട്ട് അപ്പ് ടെന്റ്സ് വെൻ ദേ ക്യാമ്പ് ഇൻ ദ ഓപ്പൺ. തുറസായ സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ടെന്റ് യൂസ് ചെയ്യാം. ദെൻ ഫൺ ടു ലേൺ ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. ദെൻ നിങ്ങൾക്കത് ഹോംവർക്ക് ആയിട്ട് തരാം. ആക്ടിവിറ്റി എ, വാട്ട് ടൈപ്പ് ഓഫ് ഹൗസസ് ആർ ദീസ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു ഫൈൻഡ് ഔട്ട്. അത് എന്ത് തരം വീടുകളാണ്? ആ വീടുകളുടെ പേരെന്താണ്? 2 ടൈപ്പ് വീടുകൾ നമ്മൾ പഠിച്ചുവല്ലോ. അപ്പൊ അവിടെ ഫില്ല് ചെയ്യുക. ആ വിട്ടിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ട് അത് എന്ത് തരം വീടുകളാണ് എന്ന് നോക്കുക. ഹോംവർക്ക് ആണ്, എഴുതി വെച്ചോളൂ. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ് ആർ ദീസ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതെന്ത് വീടുകളാണ്? അത് ഫില്ല് ചെയ്യാം. ദെൻ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസും ചെയ്തിട്ട് വരിക. എ ഹൗസ് ഷെൽട്ടേഴ്സ് us from heat, cold, rain and wind. It is a true statement or a false statement. ഇത് എന്ത് ചെയ്യുക? ഇത് ശരിയായ കാര്യമാണോ തെറ്റായ കാര്യമാണോ? ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പോർഷൻ നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ദെൻ നമ്മുടെ പോർഷനിലെ ഓരോ പാർട്ടിലും എന്താണ് കൊടുത്തിട്ടുള്ള സെന്റൻസ് തന്നെയാണ് അതുപോലെ എന്ത് ചെയ്യുക? ട്രൂ ഓർ ഫോൾസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ നന്നായി പോർഷൻ വായിച്ചു നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് കാണുമ്പോഴേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. ദെൻ മാച്ച് ദ ഫോളോയിങ്. അപ്പോ നോക്കുക. ഫസ്റ്റ് എ, വാട്ട് ടൈപ്പ് ഓഫ് ഹൗസ്? ഹോംവർക്ക്. ദെൻ ട്രൂ ഓർ ഫോൾസ്. ദെൻ match the following and tick the correct answer. Okay, tick the correct answer. എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ എല്ലാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് സെൻഡ് ചെയ്ത് തരാം. നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. എഴുതിയാൽ മാത്രം പോരാ, നന്നായി പഠിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാ പോർഷനും ഇതുവരെ നമ്മൾ കഴിഞ്ഞ 3 പോർഷനിലെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2 പോർഷൻ നിങ്ങൾ പഠിച്ചു, എക്സാം എഴുതി. ദെൻ പഠിക്കാത്തവർ എന്ത് ചെയ്യുക? അതുകൂടെ നന്നായി വായിച്ചു പഠിക്കണം. മിസ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചിട്ട് വേണം. ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായി പറയാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വേണം വരാൻ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് സെൻഡ് ചെയ്ത് തരാം. ആൻഡ് ഇത് എന്താണ്? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സിമ്പിൾ കാര്യമല്ലേ, ഒന്നും ഇല്ലല്ലോ, എഴുതാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ടിക്ക് ചെയ്യുക. ദെൻ
നോട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് എന്താണ് മാച്ച് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ഒന്ന് നോക്കിയേ. അതെന്താണ്? ആൻ ഇഗ്ലു. അതൊരു ഇഗ്ലുവിന്റെ ഫോട്ടോയാണ് അല്ലേ. ആൻഡ് അതെവിടെയാണ്? ഈസ് എ ഫ്ലോട്ടിംഗ് ഹൗസ്, ഈസ് എ ഹൗസ് ഓൺ വീൽസ്, ഈസ് ഫൗണ്ട് ഇൻ വില്ലേജസ്, ഈസ് മെയ്ഡ് ഓഫ് ക്യാൻവാസ് ഓർ പ്ലാസ്റ്റിക്, ഈസ് ഫൗണ്ട് ഇൻ റെയിനി ഏരിയാസ്, ഈസ് ബിൽറ്റ് ഓഫ് ബ്ലോക്സ് ഓഫ് സ്നോ ഓർ ഐസ്. ഇഗ്ലു എന്താണ്? ഇഗ്ലു ഇറ്റ് ഈസ് ബിൽറ്റ് ഓഫ് ബ്ലോക്സ് ഓഫ് സ്നോ ഓർ ഐസ്. അപ്പൊ ഇഗ്ലു അതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റിൽട്ട് ഹൗസ് ആണ്. സ്റ്റിൽട്ട് ഹൗസ് എങ്ങനെയുള്ള വീടുകളാണ്? എവിടെയാണ് സ്റ്റിൽട്ട് ഹൗസ് ഉണ്ടാക്കുക? അതുകൂടെ ഒന്ന് മിസ് പറഞ്ഞുതരാം. ഈസ് ഫൗണ്ട് ഇൻ റെയിനി ഏരിയാസ്. നന്നായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക എന്ന് പറഞ്ഞു? സ്റ്റിൽട്ട് ഹൗസുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് അങ്ങനെയാണ് മാച്ച് ചെയ്യിക്കേണ്ടത്. നന്നായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? സ്റ്റിൽട്ട് ഹൗസുകൾ ഉണ്ടാവും. സോ അതങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ദെൻ വരുന്നത് എന്താണ്? കാരവാൻ ആണ്. കാരവാൻ എങ്ങനെയുള്ള വീടാണ്? അപ്പൊ അതിന് ഇപ്പുറം കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാം. ദെൻ അത് ഏത് ഹൗസിനാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് ലൈൻ വരച്ച് മാച്ച് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഹോംവർക്ക് ആവണമെന്നില്ല. ദെൻ നെക്സ്റ്റ് അവർ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ തന്നെ ചെയ്യാം. എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്യണം. എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ആൻഡ് നന്നായിട്ട് പോർഷൻ എന്ത് ചെയ്യണം? വായിച്ചു നോക്കുകയും ചെയ്യണം. മിസ്സിന് നമ്പർ ഇല്ലാത്തവര് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് മിസ്സിന്റെ നമ്പർ. സോ എന്താണ്? നന്നായിട്ട് എന്താണ് മോനെ മിൻഹാജ്? നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. പെട്ടെന്ന് പറയും മോനെ. ഹൗസ് ബോട്ടിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. ഹൗസ് ബോട്ടിന്റെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഇസ് എ ഫ്ലോട്ടിംഗ് ഹൗസ്. എന്താണ് ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ? ഒഴുകിക്കൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പൊ ഹൗസ് ബോട്ട് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് ആണ്. എപ്പോഴും അതിങ്ങനെ വെള്ളത്തിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കല്ലേ ഇന്നേ. അപ്പൊ അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഫ്ലോട്ടിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ